നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ നിയമം മാർച്ച് 1 തീയതി മുതൽ വരുവാണ്. വളരെ ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വിൻറ്റേജ് വണ്ടിയൊക്കെ പണിയുന്ന ആളുകൾക്കില്ലേ, വിൻറ്റേജ് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ ഭയങ്കര മാർക്കറ്റാണ്. അത്തരം വണ്ടികളൊക്കെ എടുത്ത് പണിത് നല്ല പൈസ മുടക്കി റീസ്റ്റോർ ചെയ്ത് നല്ല പക്കയായിട്ട് പണിയുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇപ്പോൾ 1 തീയതി മുതൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അദ്ദേഹം ഇത്തരം ഒരു നിയമത്തെക്കുറിച്ച്, ഈ പുതിയ വരാൻ പോകുന്ന നമ്മളെ മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫീസ് നമുക്കറിയാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമപരിധിയിലുള്ള ഫീസ് പകുതിയോളം നമ്മുടെ കേരള സർക്കാർ കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്കൊരു ഉപകാരമാണല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ വിൻറ്റേജ് വണ്ടിയാണ്. ഒരുപാട് ഇലക്ട്രിക് വണ്ടിയും പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മളുടെ പഴയ ആ ബുള്ളറ്റും SD-യും ചേതക്കും ഇപ്പം നിരത്തിലിപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ പഴയ ഒരുപാട് വേറെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് പലതും ഇപ്പോൾ റോഡിൽ കാണാനില്ല, കിട്ടാനില്ല. തന്നെ നിത്യോപയോഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേതക്കും ബുള്ളറ്റൊക്കെയാണ്. അപ്പം ഇത്തരം വണ്ടികളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് പകുതിയോളം കുറച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. നമ്മുടെ കേരള ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉള്ളതാണ്, അത് കേരള ഗവൺമെൻറ് അത് എടുത്തു കളഞ്ഞു. വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അടാറൊരു കോമഡിയും വരുന്നുണ്ട്. ഇനി മുതൽ ടെസ്റ്റ് ചെയ്യുന്നത് മനുഷ്യനല്ലെന്ന്, യന്ത്രമാണെന്ന്. എന്തായി നടക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ക്യാമറ എന്ന് പറഞ്ഞ് കുറേ അവിടെ ഇവിടെ 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 ഒക്കെ കുറേ ക്യാമറ കൊണ്ടുവന്ന് കയറ്റി വെച്ച് ഞാനും കൊണ്ട് അടച്ചു 12,500 രൂപ 3,000 രൂപ അടച്ചിട്ടുണ്ട് ഞാൻ. അത് ഈ പറയുന്ന പോലെ ഇപ്പം എത്ര ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എത്ര ക്യാമറ കോടിക്കണക്കിന് രൂപ മുടക്കി എത്ര ക്യാമറ കൊണ്ടുവച്ച് ഇപ്പം എത്ര ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇത്തരം ഒരു പുതിയ ഒരു സിസ്റ്റം, അതായത് ഇതുപോലെ യന്ത്രങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ്, പുതിയൊരു നിയമം. അപ്പോൾ അത് ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഒരു വർക്ക്ഷോപ്പുകാരനൊരു വർക്ക് ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊന്നും പരിഗണിക്കത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ വെഹിക്കിൾമാരാണെങ്കിൽ അത് സാറേ അങ്ങനെയല്ല സാറേ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവും. ഇവിടെ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ, മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുക വേണ്ട. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് മറ്റേ പൈസ കൊടുത്ത് ടെസ്റ്റ് നടത്തുന്ന, അല്ലെങ്കിൽ ഈ വെഹിക്കിൾമാർക്ക് കാശ് കൊടുക്കുന്ന ഒരു ഏർപ്പാടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ നമ്മുടെ നാടല്ലേ, അത് പോട്ടെ. എനിക്ക് ഇതിനകത്തുള്ളൊരു ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ പ്രാവർത്തികമാകുമോ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊരു കുഴപ്പം എന്താ പറയുക, നമ്മളൊരു വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ, ആ വണ്ടി റോഡിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ വിൻറ്റേജ് വണ്ടിക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കണം. ഇത് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വാഹനം കൊണ്ട് ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാസങ്ങൾ അതിൻ്റെ സ്പെയർ പാർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് തല്ലിക്കൂട്ടി എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വണ്ടി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതായത് തല്ലിക്കൂട്ടി അതിന് പകരം എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെഹിക്കിൾമാരാണെങ്കിൽ അവർ അത് അനുവദിച്ച് തരും. അത് അവരോട് കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, സാറേ ഇന്ന സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു കമ്പ്യൂട്ടറിനോട് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു മെഷീനോട് പറയാൻ പറ്റുമോ കിട്ടിയില്ലെന്ന്? അത് ഫെയിലായി പോവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, അതായത് സാങ്കേതികമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മളൊരു വണ്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ വർക്ക് നടത്തിയിട്ട് ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അത് അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മെഷീൻ, അത് 100% ഒരു വിട്ടുവീഴ്ചയില്ല. അവർ ഫെയിലാണ് ഫെയിലെന്ന് തന്നെ പറയും, അത് ഫെയിലാണെന്ന് തന്നെ പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓർത്ത് നോക്കി. ഈ ഫീസ് കുറച്ചിട്ടുണ്ട്, ടെസ്റ്റിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് ഇപ്പോൾ അതിനകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ, നമ്മൾ പുത്തൻ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ അത് കയറ്റിയാൽ അത് ഫെയിലായി പോകും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, പുത്തൻ വണ്ടി ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എത്രമാത്രം വണ്ടികളാണ് വഴി കിടക്കുന്നത്. സത്യമല്ലേ?
പിന്നെ ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ് വാഹനങ്ങളുടെ ഒരു താറ് നമ്മളൊക്കെ അറിയാം. താറെന്ന് പറയുന്ന മഹേന്ദ്രയുടെ 2 വണ്ടി ആക്സിഡൻ്റ് ആയി. ഈ 2 വണ്ടി ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ആക്സിഡൻ്റ് ആയി. ഒരു ഫാമിലി സഞ്ചരിച്ച എയർപോർട്ടിൽ നിന്ന് വന്ന് സഞ്ചരിച്ച വണ്ടി നമ്മുടെ കൊല്ലത്ത് തിരുവനന്തപുരത്തോട് വെച്ച് ആക്സിഡൻ്റ് ആയിട്ട് ഫാമിലി മുഴുവൻ മരിച്ചു. അതിനോട് ചേർന്ന് തന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അല്ല ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മറ്റൊരു താറും ഇടിച്ച് ഈ 2 വണ്ടിയുടെയും കോലം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പപ്പടം പൊടിയുന്ന പോലെ ഒടിഞ്ഞു പോയി. മനസ്സിലാകുന്നുണ്ടോ? അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാണ്. പുതിയ വണ്ടി ഇറക്കിക്കൊണ്ടുവരുന്നതിൻ്റെ കാര്യം പറയുന്ന ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് കമ്പനികൾ വണ്ടി ഇറക്കുന്നത്, അല്ലേ? കമ്പനികൾക്ക് തെറ്റ് പറ്റുന്നു. ലക്ഷങ്ങൾ കൊടുത്ത് ഉപഭോക്താക്കൾ വാഹനങ്ങൾ മേടിച്ചിട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ക്വാളിറ്റി കൊടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് പറ്റുന്നില്ല. ഇത് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്, അല്ല കമ്പനിക്കാരല്ല. ഗവൺമെന്റാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റ് ഇപ്പം നമ്മളൊരു ഹെൽമെറ്റ് മേടിക്കുമ്പോൾ ISO മാർക്കുള്ള ഹെൽമെറ്റേ ഉപയോഗിക്കാവുള്ള എന്നൊരു നിയമമുണ്ട്, അല്ലേ? അങ്ങനെ ഒരു നിയമമുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ തറയിൽ വീണാലും നമ്മളുടെ തല ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കൊന്നും പറ്റാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലേ? പക്ഷേ ആ നിയമം കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ കഴിവുകേടാണ്. കാരണം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഹെൽമെറ്റ് കിട്ടും. ചാത്ത ഹെൽമെറ്റ് കിട്ടും. 2 തട്ട് തട്ടിയാൽ പൊട്ടിപ്പോവും. പിന്നെ മേടിച്ചുകൊണ്ട് വന്ന് 3 ദിവസം കഴിയുമ്പോൾ ലോക്ക് പോവും, അല്ലേ? അപ്പം ഇത്തരം സാധനങ്ങൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കമ്പനികളിൽ നിന്ന് ഇറങ്ങി വരുന്ന പുത്തൻ വണ്ടികൾ എടുത്ത് നോക്കിയോ, നിങ്ങൾ അതിൻ്റെ ബോഡിയിലൊന്ന് തട്ടി നോക്കിയേ. ആ വണ്ടികളുടെ ബോഡിയിലിട്ടൊന്ന് തട്ടി നോക്ക്. പാട്ടത്തകിടാണ്. എത്ര ലക്ഷം രൂപ മുടക്കി. ഞാൻ പറയുന്നത് കള്ളവല്ല, നിങ്ങൾ നോക്കി. അതിന് ഇവർ പറയുന്നൊരു റീസൺ എന്താണെന്നറിയോ? സേഫ്റ്റി. അതായത് ഇടിച്ചു കഴിഞ്ഞാൽ ആ ഇടിയുടെ ആഘാതം കുറക്കാനായിട്ട് ബോഡി ഒരുപാട് കനമുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഇടിയുടെ ആഘാതം കൂടിയുള്ളതെന്നാണ് പറയുന്നത്. വെറുതെയാണ്. നമ്മുടെ പഴയ അംബാസിഡർ, പ്രീമിയർ പത്മിനി, പഴയ ചേതക്ക്, എത്ര ജീപ്പ്, പഴയ മഹേന്ദ്ര, ഇങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ബോഡി എടുത്ത് നോക്കി നിങ്ങളാരെങ്കിലും. എടുത്ത് നോക്കിയോ? എടുത്ത് നോക്കിയാൽ മതി. ആ ബോഡിയിലിട്ടും തട്ടി നോക്കിയേ. പഴയ കാലത്തെ വണ്ടികളാണ്. ഈ വണ്ടിയൊന്നും ഇതുപോലുള്ള ഇത്രയും ആളുകളെ കൊന്നിട്ടില്ല. ആ താറൊക്കെ ഇടിച്ചിട്ട് പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞിട്ട് ആ ലാസ്റ്റ് ആ വണ്ടി അതായത് അതായത് പെറുക്കി എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത്തരത്തിൽ വാഹനങ്ങൾ നമ്മളുടെ ഈ പറയുന്ന പിന്നെ ഓരോ കമ്പനികൾ ഇറക്കിക്കൊണ്ട് വന്നിട്ട് അവർ പറയുന്നത് ഒന്ന് തട്ടി നോക്കിയാൽ മതി. നിങ്ങൾ ആ തകിടിലോട്ടും തട്ടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഞാൻ പറയുന്നത് ഞാനൊരു കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ വാഹനത്തെയോ അല്ല ഞാൻ പറഞ്ഞത്. എല്ലാ കമ്പനികളുടെ വാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ കമ്പനികളും ഇന്ന് ഇറക്കുന്ന വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം പഴയ മഹേന്ദ്ര ജീപ്പൊക്കെ എടുത്ത് നോക്കി, അതിൻ്റെ ബോണറ്റിലും അതിൻ്റെ സൈഡിലെ പീസൊക്കെ അതിൻ്റെ തകിടിലോട്ടൊന്ന് തട്ടി നോക്കി. നല്ല ഇരുമ്പ് പോലെ ഇരിക്കും. ഇപ്പോഴും കിഴക്ക് ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ കിടന്ന് ഓടുന്നുണ്ട് ഇഷ്ടം പോലെ ജീപ്പുകൾ പഴയത്. തട്ടി നോക്കിയേ. അതിനകത്ത് ഇപ്പോഴും തടി വരെ കയറ്റും. ലോറികളൊക്കെ കെട്ടിവലിച്ച് കയറണമെങ്കിൽ കെട്ടിവലിച്ച് കയറ്റിക്കൊണ്ട് പോകുന്ന ഈ ജീപ്പിനകത്താണ്. പക്ഷെ അനങ്ങത്തില്ല. അത് അന്നത്തെ ജെനുവനായിട്ടുള്ള രീതിയിൽ, അന്നെന്ന് പറയുമ്പോൾ ഇതുപോലെ ഈ തട്ടാമുട്ടി ന്യായവും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ആളുകൾ മരിക്കാതിരിക്കാനൊന്നും ഇടിയുടെ ആഘാതം കുറക്കാനാണെന്നുള്ള ന്യായങ്ങളൊന്നും പറയാറില്ല. കൊടുക്കുന്ന കാശിന് അത്രയും മൂല്യമുള്ള വസ്തുക്കളാണ് കമ്പനികൾ ഇറക്കി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഇതുപോലെ കമ്പ്യൂട്ടറും മെഷീനും ഒക്കെയാണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം പുത്തൻ വണ്ടി വരുമല്ലോ, പുത്തൻ വണ്ടി രജിസ്ട്രേഷന് വേണ്ടി ഗ്രൗണ്ടിൽ കൊണ്ടുപോകും. മനസ്സിലായോ? അതുപോലും പാസ്സാകത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ അതുപോലും പാസ്സാകത്തില്ല എന്നുള്ള. അപ്പോൾ എന്തിനാണ് നമ്മൾ കുറേ AI ക്യാമറ എന്ന് പറഞ്ഞ് കുറേ പൈസ മുടക്കി. ഇപ്പോൾ AI ക്യാമറ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത്രണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. എത്രണ്ണം വർക്കിംഗ് ആണ്. അപ്പോൾ അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം, ശരിയാണ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ളതാകരുത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ വിൻറ്റേജ് വണ്ടികൾക്ക് നമ്മൾ എത്ര പണി ചെയ്തതെന്ന് പറഞ്ഞാലും വിൻറ്റേജ് വണ്ടികളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുഴപ്പമെന്ന് പറഞ്ഞാൽ വിൻറ്റേജ് വണ്ടിക്കൊക്കെ സ്പെയർ പാർട്സ് ചിലപ്പോൾ അവൈലബിൾ കിട്ടത്തില്ല. പകരം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പകരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ഒരു സൈലൻസർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും. ഇത് ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ചിലപ്പോൾ ഒരു ഹാൻഡിൽ, കൃത്യമായ ഒരു ഹാൻഡിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകരം വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഹാൻഡിൽ സെറ്റ് ആക്കേണ്ടി വരും. ചിലപ്പോൾ കാർബേറ്റർ എന്ന് പറയുന്ന സാധനം, ഒരു 2 വീലർ ആണെങ്കിൽ കാർബേറ്റർ ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പകരം വേറൊരു കാർബേറ്റർ വേറെ ഏതെങ്കിലും വണ്ടിയുടെ ഓൾട്രേഷൻ ചെയ്ത്, അത് മെക്കാനിക്കിൻ്റെ ഐഡിയ പോലെ ഇരിക്കും. പിന്നെ ഈ കമ്പനികളിലൊക്കെ ഇരിക്കുന്ന എഞ്ചിനീയർമാരെക്കാൾ വിദഗ്ധന്മാർ, തലയുള്ളവന്മാരാണ് ലോക്കൽ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന പലരും. അതാർക്കും അറിയത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ അതിലും ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ കയറ്റി വെക്കും. ഇതും കൊണ്ട് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ അത് മാച്ച് ആകുന്നില്ല, സിസ്റ്റം കറക്റ്റ് ആകുന്നില്ല, ഫെയിലായി പോയി, ഇതല്ല ഇതിൻ്റെ സാധനം, ഇത് ഒറിജിനാലിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് നിയമം കൊണ്ടുവന്നാലും അത് ജനങ്ങളെ ഉപദ്രവിക്കാനുള്ളതാകരുത്. നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ വെഹിക്കിൾമാർക്ക് കാശ് മേടിക്കുന്ന ഒരു ഇടപാട് ഇതോടുകൂടി ചിലപ്പോൾ കട്ടയം മടക്കുമെന്നുള്ളതാണ്. മടക്കേ പറയാം, മടക്കിയാണ്. കാരണം മെഷീൻ ഓക്കെ പറയുന്നതും, ഈ മെഷീൻ വന്നിട്ടൊരു വണ്ടി കയറ്റി കൊടുത്തിട്ട് മെഷീനിലോട്ട് അല്ലെങ്കിൽ ഒരു ക്യാബിൻ പോലെ ഇതിലോട്ട് കയറ്റി വിട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ക്യാമറയും മറ്റു സജ്ജീകരണങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അത് ടെസ്റ്റാണ്. അത് ഓൺലൈൻ വഴിയാണെങ്കിൽ ചിലപ്പോൾ വെഹിക്കിൾമാരുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഓൺലൈൻ വഴിയാണെങ്കിൽ നമ്മുടെ ഈ
പൊല്യൂഷൻ എടുക്കുന്നത് പോലെയാണെങ്കിൽ വെഹിക്കിൾമാരുടെ യാതൊരുവിധ പരിപാടി അവിടെ നടക്കത്തില്ല. അതല്ല, അവിടെ തന്നെ അതാത് ജില്ലകളിൽ ഓരോ RTO ഓഫീസുകളിൽ തന്നെയാണ് ഇതിൻ്റെ നിയമവും ഇതിൻ്റെ കൺട്രോളിങ്ങും ഒക്കെ എങ്കിൽ അവിടെയും കാര്യങ്ങൾ കാശിൽ തന്നെ നടക്കുള്ളൂ. അവിടെയും ഗാന്ധി തന്നെ പ്രവർത്തിക്കും. കാരണം അവർക്ക് ഏത് വണ്ടി ഫെയിലാക്കണം, ഏത് വണ്ടി പാസ്സാക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കും. അപ്പോൾ പുതിയ നമ്മൾ പൈസ മുടക്കി പുതിയ നിയമങ്ങളും പുതിയ സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ പക്ഷെ ഫലപ്രദമായിരിക്കണം. AI ക്യാമറ പോലെ ആകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. എല്ലാവർക്കും സന്തോഷ വാർത്തയാണ്. മാർച്ച് 1-ാം തീയതി മുതൽ ഫീസ് കുറച്ചിട്ടുണ്ട്. പിന്നെ ടെസ്റ്റുകൾ വേറെ വഴിക്ക് ഇങ്ങനെ വേറൊരു രീതിയിലേക്ക് പോകാൻ ഗവൺമെൻറ് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ വാഹനങ്ങളൊക്കെ ഭംഗിയായിട്ട് സൂക്ഷിച്ച്, എത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുക, അത്രയും നമുക്ക് ചിലവ് കുറവാണ്. ഓക്കെ.